അപ്പം ഞാൻ വന്നത് നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ആഴ്ച A to Z കളമശ്ശേരി വെച്ച് എനിവേർ ജോബ്സ് വന്നു ദുബായ് പോർട്ടിലോട്ട് വേണ്ടിയിട്ടുള്ള ട്രെയിൽ ഡ്രൈവറിൻ്റെ ടെസ്റ്റ് നടത്തുകയുണ്ടായി. അതിൻ്റെ അകത്ത് പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ലൈസൻസ് വേണം, ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കില്ല് വേണം, വണ്ടി ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൂട്ടുകാർ, അനിയന്മാർ, കൊച്ചനുജന്മാരുമായിട്ട് അമ്മമാരുമായിട്ട് ഞാൻ അവിടെ ടെസ്റ്റ് കാണാൻ വേണ്ടി പോയി. അപ്പോൾ 47-48 പേരെ കണ്ട് അതിൻ്റെ അകത്ത് ടെസ്റ്റിൻ്റെ അകത്ത് പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അറൗണ്ട് കിട്ടിയത് 16 പേർക്ക് മാത്രമാണ്. അതിൻ്റെ അകത്ത് എല്ലാവർക്കും മിക്ക ആൾക്കാരും വണ്ടി ഓടിച്ച് ടെസ്റ്റ് നടത്തി പാസ്സായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പാർക്ക് ചെയ്തതെല്ലാം പാസ്സായി. പിന്നെ പോയതെന്ന് പറയുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറയാൻ അറിവില്ലായ്മ, അതേപോലെ അവർ പറയുന്ന എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ളൊരു മൂമെൻറ്റിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണ്, അതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ലാപ്ടോപ്പിൻ്റെ നടന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് സ്കില്ലില്ലാതെ അവിടെ ആ 47 പേര് വന്നതിൻ്റെ അകത്ത് 16 പേര് മാത്രമാണ് ആ ടെസ്റ്റ് പാസ്സായത്. ആ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കില്ല്, ആ ഇംഗ്ലീഷ് അത് ക്രൈറ്റീരിയ പാസ് ചെയ്തത്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ട്രെയിലർ ഫീൽഡിൻ്റെ അകത്ത് യൂറോപ്പിലായിട്ടായാലും വിദേശത്തൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട്. അവരറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുക, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ 3-4 വർഷം കൊണ്ട് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ അകത്ത് ഞാനൊരു ചൈനീസ് ആയിട്ടുള്ളൊരു പെൺകൊച്ച് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുന്ന അത് പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. കൊച്ചു കുട്ടികൾക്ക് ഗ്രാമറായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നല്ല രീതിയിൽ പഠിപ്പിക്കും. അത് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. ഒരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല, നമ്മുടെ കൂട്ടുകാരങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് കയറി ചെക്ക് ചെയ്യുക. പിന്നെ കുറച്ച് കൂട്ടുകാർക്കൊക്കെ ഞാനത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി പഠിക്കുന്നു പറഞ്ഞാൽ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് അവരിടുന്നത്. പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ടൊരു കൈത്താങ്, അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ആ വീഡിയോയുടെ ആ ചാനൽ ലിങ്ക് ഞാൻ ഫ്രണ്ടിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വാച്ച് ചെയ്യുക. പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ പഠിക്കുക, വിദേശത്ത് പോവുക, എല്ലാവരെയും ജീവൻ സെറ്റ് ചെയ്യുക.